ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആമീസ് ആമി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ച് അതിലേക്ക് അല്പം ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളകോ 2 അരിഞ്ഞത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കും. ഇനി അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് സവാള അരിഞ്ഞതാണ്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് റവയ്ക്കാണ് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം തിളയ്ക്കുന്നവരെ അതങ്ങനെ കാത്തു നിൽക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഓവർ വറക്കണ്ട. അതിനുശേഷം നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മല്ലിയില ഇട്ടതിന് ശേഷം ഞാൻ റവ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ശരിക്കും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം എണ്ണയിൽ ആക്കാതെ തന്നെ വെള്ളത്തിൽ മാത്രം ആക്കാവുന്നതാണ്. അപ്പം ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ ആക്കാറ്. അപ്പോൾ അതാ ഒന്ന് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഈ ഒരു പരുവായതിന് ശേഷം നമുക്ക് അതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ജസ്റ്റ് നമ്മളിപ്പം ഈ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ തേങ്ങ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, പക്ഷെ അതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം, അതായത് ഒരു കൈ പൊള്ളുന്ന ചൂട് മാറിയതിന് ശേഷം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വടയുടെ ഷേപ്പിലാക്കി ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയ്ക്ക് തടവിയിട്ട് നമുക്ക് ശരിക്കും വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പം ഞാൻ മൊത്തത്തിൽ അത് ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ. വളരെ ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക, അധികം പണിയൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അതാ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ ഞെക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ലൈക്കും കമൻറ്റും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ്. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.